പ്രശസ്ത പത്രപ്രവർത്തകനായ KF ജോർജിൻ്റെ പത്രപ്രവർത്തന അനുഭവങ്ങൾ സമാഹരിച്ച ഓർമ്മച്ചില്ലകളിലെ മർമ്മരങ്ങൾ എന്നുള്ള ഈ ഒരു പുസ്തകം പ്രമുഖ പത്രപ്രവർത്തകനായ ശ്രീ അനിൽ രാധാകൃഷ്ണനിലേക്ക് കൊണ്ട് ഞാൻ പ്രകാശിപ്പിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഫാദർ ജോൺ മണ്ണാറത്തറ, ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി മില്ലി മോഹനൻ, നേരത്തെ സ്വാഗതാശംസിച്ച ശ്രീ PP അബൂബക്കർ, ഇവിടെ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രമുഖ പത്രപ്രവർത്തകനും പ്രഭാഷകനുമായ ശ്രീ NP ചെക്കൂട്ടി, പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻ്റെ പ്രസാധകനായ ശ്രീ PT നിസാറ്, സർവോപരി പുസ്തകം രചിച്ച ശ്രീ KF ജോർജ്, പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ചിടത്തോളം KF ജോർജിൻ്റെ ഓർമ്മ ചില്ലകളിലെ മർമ്മരങ്ങൾ എന്നുള്ള ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പത്രപ്രവർത്തന മേഖലയിൽ നിന്നും വന്നിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഈ പുസ്തകത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതാൻ വേണ്ടി ശ്രീ KF ജോർജ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഞാനൊരു വിമുഖത പ്രകടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം ഈ പുസ്തകത്തിന് എൻ്റെ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. പക്ഷേ KF ജോർജിൻ്റെ സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ സ്പന്ദനങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KF ജോർജ് കേവലമൊരു പത്രപ്രവർത്തകനായിരുന്നില്ല. ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ സ്വാംശീകരിക്കുകയും അവയൊക്കെ തന്നെ തൻ്റെ സ്മൃതിമണ്ഡലത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് അത്തരം അനുഭവങ്ങളെ പിന്നീട് നല്ല സർഗാത്മക അനുഭവമാക്കി മാറ്റുകയും ചെയ്ത ഒരു വ്യത്യസ്തമായ നിലപാടുള്ള ഒരു പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പലർക്കും ഈ രീതിയിലുള്ള ഒരു രചന സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പത്രപ്രവർത്തനം പല മേഖലയിലുണ്ട്. അതാത് കാലത്തുള്ള സംഭവങ്ങൾ തികച്ചും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊന്നിലും ബന്ധപ്പെടാതെ ഉള്ള പത്രപ്രവർത്തനത്തെ നമുക്കറിയാം. എന്നാൽ KF ജോർജിനെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തനം എന്നുള്ളത് ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ തന്നെ വഴിയിൽ ഉപേക്ഷിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഒരു രചന നടത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല.
മലയാളത്തിലും നമുക്കറിയാം ഒരുപാട് പത്രപ്രവർത്തകർ ഇതുപോലുള്ള ഓർമ്മക്കുറിപ്പുകളും ചരിത്രത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ട് എഴുതുന്നത് വായിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ള പുസ്തകം 2 പ്രമുഖ പത്രപ്രവർത്തകന്മാർ എഴുതിയതാണ്. പത്രപ്രവർത്തകന്മാർ അത് എഴുതുമ്പോൾ കേവലം ചരിത്രത്തിലൂടെ മാത്രം കടന്നു പോവുകയല്ല, ആ ചരിത്രത്തിൽ നിന്നും ചികഞ്ഞെടുത്തുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സർഗാത്മകതയെ കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ലാരി കോൺസിൻ്റെയും ഡൊമിനിക് ലാപ്പിയറുടെയും വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു ചരിത്ര ഗ്രന്ഥമാണെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു നാടിൻ്റെ സ്പന്ദനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായിട്ട് അത് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. കേവലം ചരിത്രമെഴുത്ത് മാത്രമായിരുന്നുവെങ്കിൽ ആ ഒരു പുസ്തകം അങ്ങനെ ആയിരുന്നില്ല. തികച്ചും ജഡഭാഷയിലുള്ള ഒരു എഴുത്തായി ഇത് രൂപാന്തരപ്പെടുമായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് നോവലാണോ അനുഭവങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചരിത്രത്തെ അതിന് സർഗാത്മകമാക്കുന്ന രീതിയിലുള്ളൊരെഴുത്ത്, ആ എഴുത്താണ് നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയുക. ഇത് മലയാളത്തിൽ അതുപോലെ തന്നെ പ്രമുഖ പത്രപ്രവർത്തകനായ മാധവൻകുട്ടി എഴുതിയൊരു പുസ്തകമുണ്ട്. അപകടം എൻ്റെ സഹയാത്രി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇതൊക്കെ വായിക്കും. ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ പറയുന്നില്ല, ഒരുപാട് പുസ്തകങ്ങൾ ഇതുപോലുള്ള. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോഴാണ് പത്രപ്രവർത്തകർ ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകുന്നവരാണ് എന്ന് നമ്മൾ അത്ഭുതത്തോടെ ഓർമ്മിക്കുക. പക്ഷേ പല പത്രപ്രവർത്തകന്മാർക്കും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകാറില്ല. അവർ എഴുതാൻ കഴിയുന്നവരല്ല. അത് കഴിയാത്തത് കൊണ്ട് ഒരു പരിമിതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടാണത്. ഇവിടെ ശ്രീ KF ജോർജിൻ്റെ അനുഭവങ്ങളെ എങ്ങനെയാണ് പിൽക്കാലത്ത് ഏറ്റവും സർഗാത്മക അനുഭവമാക്കി മാറ്റിയതെന്ന് ഇതിലെ ഓരോ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ പോലും നമുക്ക് മടുപ്പില്ലാത്ത രീതിയിൽ നമ്മെ കൊണ്ടുപോകുവാൻ ഇതിലെ രചന കഴിയുന്നു. അങ്ങനെ അതാണ് രചനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഏതെങ്കിലും ഒരു വായനക്കാരന് താൻ വായിക്കാനെടുത്ത പുസ്തകം തന്നെ കൊണ്ടുപോകുന്നല്ലോ എന്നുള്ള ധാരണയിൽ അത് മടുത്ത് മാറ്റിവെക്കുമ്പോൾ അവിടെ വായന പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ കാര്യങ്ങളും, ഞാനെല്ലാം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓരോ കാര്യവും നമ്മളെ അനുഭവത്തിൻ്റെ പുതിയൊരു മണ്ഡലത്തിൽ കൊണ്ടുപോകുന്നവയാണ്. അത് ഒരു പത്രപ്രവർത്തകൻ്റെ അപാരമായ സിദ്ധിയാണത്. അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് KF ജോർജിൻ്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ പലർക്കും അത് കഴിയാറില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ മുതലും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ഞാനിപ്പോഴും പറയുന്നു, സർഗാത്മകമാക്കി മാറ്റി എഴുതുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു പത്രപ്രവർത്തകരും എഴുത്തുകാരനും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ്. അദ്ദേഹം സമൂഹവുമായിട്ട് അദ്ദേഹം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ പോലും സമൂഹത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുവാൻ പത്രപ്രവർത്തകനായ KF ജോർജിന് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ വളരെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ ഇതിലെ എഴുത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മെ വായനയിലൂടെ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ഇതിലെ രചനകൾ കൊണ്ടുപോകുന്നു എന്ന് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഞാൻ എൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളത്. പത്രപ്രവർത്തനത്തെ സർഗാത്മകമാക്കി മാറ്റുവാൻ ശ്രീ KF ജോർജിന് കഴിഞ്ഞിരിക്കുന്നതാണ്.
അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ വിജയവും. ഇതായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഇനിയും ധാരാളം പേരോട് സംസാരിക്കാനുണ്ടല്ലോ. ഈ ഇത്തരമൊരു പുസ്തകത്തിന് ആമുഖം എഴുതാൻ സാധിച്ചതിലും അതുപോലെ തന്നെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ശ്രീ KF ജോർജ് എന്നുള്ള പ്രമുഖ പത്രപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.